എല്ലാവർക്കും നമസ്കാരം. മഹാഭാരത ഹൃദയത്തിലേക്ക് സ്വാഗതം. ചൂതിൽ തോറ്റ പാണ്ഡവന്മാർ വനവാസത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. കുരുസഭയാണ് രംഗം. അവിടെ ആ സമയത്ത് നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുകയാണ്. വ്യാസൻ പറയുന്നു, തതഃ പരാജിതാ പാർത്ഥ വനവാസായ ദീക്ഷിതാ അജിനാന്യുത്തരീയാണി ജഗൃഹുശ്ച യഥാക്രമം. പാണ്ഡവന്മാർ കാട്ടിൽ വസിക്കാൻ വേണ്ടിയിട്ടുള്ള മൃഗചർമ്മം, ഉത്തരീയം മുതലായിട്ടുള്ള വേഷവിധാനങ്ങൾ അണിയാൻ തുടങ്ങുന്ന ആ സന്ദർഭമായിരുന്നു. ദുശാസനന് തൻ്റെ ആഹ്ലാദം പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. അദ്ദേഹം എന്തു ചെയ്തു? പാണ്ഡവന്മാരെ കളിയാക്കിക്കൊണ്ട്, അവരുടെ രോഷം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കളി വാക്കുകൾ പറഞ്ഞുകൊണ്ട്, പാണ്ഡവന്മാർ കാട്ടിലേക്ക് പോകുന്നു, അവർ പരാജയപ്പെട്ടിരിക്കുന്നു, ധനികന്മാരായ വീരശൂര പരാക്രമികളായ ആളുകൾ ചൂതിൽ തോറ്റ് പരാജയപ്പെട്ട് ധനം നഷ്ടപ്പെട്ട് ദുഃഖത്തിലാണ്ട് അവർ വലിയ നരകത്തിലേക്ക് പതിക്കുകയാണ്. ഇനി അവർ കാട്ടിലാണ് കഴിയുക. അവരുടെ ധനികന്മാരാണെന്നുള്ള, അധികാരമുണ്ടെന്നുള്ള അഹങ്കാരത്തിന് ഇപ്പോൾ അവർക്ക് ഈ തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആഹ്ലാദ നൃത്തം ചവിട്ടിക്കൊണ്ട് ദുശാസനൻ അവരെ കളിയാക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ബുദ്ധിമാനായ പാഞ്ചാല രാജാവ് എന്തൊരു ബുദ്ധിശൂന്യതയാണ് കാണിച്ചത്. തൻ്റെ സുന്ദരിയായ മകളെ യാജ്ഞസേനിയെ നപുംസകങ്ങൾക്കാണ് വിവാഹം ചെയ്ത് കൊടുത്തത്. അത് വലിയ തെറ്റായിപ്പോയി. അതുകൊണ്ട് അല്ലയോ യാജ്ഞസേനി, നീ ഈ പാർത്ഥന്മാരെ, ഈ മൃഗചർമ്മം ധരിച്ച് നടക്കുന്ന ഈ പാണ്ഡവന്മാരെ ഉപേക്ഷിച്ച് ഞങ്ങൾ കുരുക്കളിൽ ഒരാളെ നീ ഭർത്താവായിട്ട് സ്വീകരിച്ചുകൊള്ളൂ. ഞങ്ങൾ നല്ല സ്വഭാവമുള്ളവരാണ്, ക്ഷമിക്കാൻ അറിയുന്നവരാണ്, മനോനിഗ്രഹമുള്ളവരാണ് ഈ കുരുക്കൾ. അതുകൊണ്ട് ഞങ്ങളിൽ ഒരാളെ നീ വരിച്ചുകൊള്ളൂ. നീ ഇവരെ ഈ ഷണ്ഡതിലന്മാരായിട്ടുള്ള ആളുകൾ, ഷണ്ഡതിലൻ എന്ന് വെച്ചാൽ ചില പതിരുകൾ, അതായത് പിഴിഞ്ഞാൽ എണ്ണ കിട്ടാത്ത എള്ള്, അതായത് ധാന്യങ്ങൾക്കിടയിലുണ്ടാകുന്ന പതിരുകൾ, ഇവർ പതിരുകളാണ്, ഒന്നിനും കൊള്ളാത്തവരാണ്, ക്ലീബന്മാരാണ്, ആണും പെണ്ണും കെട്ടവരാണ്. അവരെ വിട്ട് നീ ഞങ്ങളിൽ ഒരാളെ വരിക്കൂ എന്ന് ഭർത്തൃമതിയായ ഒരു സ്ത്രീയോട്, പതിവ്രതയോട് പറയാനുള്ള ഒരു അധപ്പതനം ആ ദുര്യോധന സഹോദരനായ ദുശാസനനിൽ ഉണ്ടായി എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് പോലും പരിഷ്കൃത സമൂഹത്തിൽ ഈ ഒരു ഭർത്തൃമതിയോട് ഇങ്ങനെ ആരും പെരുമാറാറില്ല. അത്ര കണ്ട് വലിയ ഒരു വീഴ്ചയാണ് ആ കൗരവന്മാർക്ക് ഈ സമയത്ത് ഉണ്ടായത് എന്നർത്ഥം. അങ്ങനെ ക്രോധത്തോട് കൂടിയിട്ട്, രോഷത്തോട് കൂടിയിട്ട് ഭീമസേനൻ പറയുകയാണ്, ദുഷ്ട, നീ ശകുനിയുടെ മായ കൊണ്ട് ഈ ധനം നേടിയിട്ട് ഞങ്ങളുടെ മുന്നിൽ ഈ വികഥനം, ഈ അഹങ്കാരം വിളമ്പുകയാണോ? ഈ മർമ്മം വിളർക്കുന്ന നിൻ്റെ ഈ വാക്കുകൾക്ക് ഞാൻ പ്രതികാരം ചെയ്യും. അത് യുദ്ധം ചെയ്യുമ്പോഴായിരിക്കും. യുദ്ധത്തിൽ ഞാൻ ഈ വാക്കുകൾ ഓർക്കുകയും നിന്നോട് കൃത്യസമയത്ത് ഈ വാക്കുകൾ നിന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നതാണ്. എന്നിട്ട് നിന്നെ യമലോകത്തേക്ക് അയക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ടിട്ടും ഒരു കൂസലമില്ലാതെ ദുശാസനൻ പാണ്ഡവന്മാർക്ക് ചുറ്റും ഓടി നടന്ന് നൃത്തം ചെയ്തുകൊണ്ട് ഗൗഹു 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 എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി. ഗൗഹു എന്ന് വെച്ചാൽ പശു, പശു പശു പശു, നിങ്ങളെ ഒന്നിനും കൊള്ളില്ല, നിങ്ങൾ ദുർബലരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദുശാസനൻ അവിടെ നൃത്തം ചെയ്തു. വീണ്ടും രോഷാകുലനായിട്ട് ഭീമൻ പറഞ്ഞു, ദുഷ്ട, കള്ളക്കളി കൊണ്ട് ഞങ്ങളെ ജയിച്ചിട്ട് നീ ഇപ്പോൾ വികഥനം ചെയ്യുകയാണോ? ഞാനതാ സത്യം ചെയ്യുന്നു, യുദ്ധത്തിൽ നിന്റെ മാറ് പിളർന്ന് ചുടുചോര കുടിച്ചില്ലെങ്കിൽ എനിക്ക് പുണ്യലോകങ്ങൾ കിട്ടാതെ പോകട്ടെ. അതുപോലെ ധൃതരാഷ്ട്രയുടെ പുത്രന്മാരെ ഓരോരുത്തരെയും ഞാൻ യുദ്ധത്തിൽ വധിക്കുമെന്ന് സത്യം ചെയ്യുന്നു. ഈ സത്യം കേട്ടിട്ടും ദുര്യോധനന് യാതൊരു കുസലമുണ്ടായില്ല. ദുര്യോധനൻ ഭീമസേനനെ കളിയാക്കിക്കൊണ്ട് ഭീമൻ നടക്കുന്നത് പോലെ അനുകരിച്ചു നടന്നു. തസ്യ രാജാ സിംഹഗതേഹേ സഖേലം ദുര്യോധനോ ഭീമസേനസ്യ ഹർഷാത്. സന്തോഷം അടക്കാൻ പറ്റാതെ ദുര്യോധനൻ സിംഹം നടക്കുന്നത് പോലെയാണ് ഭീമൻ നടക്കുക. ആ ഭീമൻ്റെ ആ വിക്രാന്ത ഗതിയെ അനുകരിച്ചുകൊണ്ട് കാണിച്ച് സഭയിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ റോളാണ് അദ്ദേഹം എടുത്തത്. അങ്ങനെ ആ അപമാനം സഹിച്ചുകൊണ്ട് പാണ്ഡവന്മാർ പുറത്തേക്ക് പോകുമ്പോൾ ഈ ദുര്യോധനൻ്റെ ഈ കളി കണ്ടിട്ട് ദേഷ്യം സഹിക്കാൻ പറ്റാതെ ഭീമൻ തൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗം പുറകോട്ട് തിരിച്ചുകൊണ്ട് ദുര്യോധനോട് പറഞ്ഞു, ദുഷ്ട, നിന്നെയും ബന്ധുസമേതമായിട്ട് ഞാൻ കൊല്ലുന്നതാണ് യുദ്ധത്തിൽ. അപ്പോൾ നീ കളിച്ച ഈ കളിയൊക്കെ ഞാൻ നിന്നെ അപ്പോൾ ഓർമ്മിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപമാനം സഹിക്കാതെ ഭീമൻ വീണ്ടും സദസ്സനെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, ആ സത്യം ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു ഉറപ്പിക്കുകയാണ്. അഹം ദുര്യോധനം ഹന്ത കർണം ഹന്ത ധനഞ്ജയ ശകുനിം ചാക്ഷകിതവം സഹദേവോ ഹനിഷ്യതി. ഞാൻ ദുര്യോധനനെ കൊല്ലും, അതുപോലെ അർജുനൻ കർണനെ കൊല്ലും, കള്ളച്ചൂത് കളിക്കുന്നവനായ ഈ ശകുനിയെ സഹദേവൻ യുദ്ധത്തിൽ കൊല്ലുന്നതാണ്. ഈ സഭയിൽ ഞാനിതാ സത്യം ചെയ്യുന്നു, ഈ ദുര്യോധനനെ യുദ്ധത്തിൽ കൊന്ന് വീഴ്ത്തിയിട്ട്, ഗദ കൊണ്ട് അടിച്ച് വീഴ്ത്തിയിട്ട് അവൻ്റെ തല ഞാൻ ഭൂമിയിലിട്ട് ചവിട്ടി ഞെരിക്കുന്നതാണ് എന്ന് സത്യം ചെയ്തു. എന്നിട്ട് ഈ ദുശാസനൻ ഉണ്ടല്ലോ,
ഈ വാക്യശൂരനായ വാക്കുകൊണ്ട് മാത്രം ശൗര്യം കാണിക്കുന്ന ഈ ദുശാസനൻ്റെ മാറി വളർന്ന് ഞാൻ ഒരു സിംഹത്തെ പോലെ രക്തം കുടിക്കുന്നതാണ് എന്ന് അത്യുഗ്രമായിട്ടുള്ള ശപഥം ഭീമൻ അവിടെ വെച്ച് ചെയ്യുന്നു. അത് കേട്ട് അർജുനൻ പറഞ്ഞു, ഭീമസേന, സജ്ജനങ്ങൾ വാക്കുകൾ കൊണ്ട് വെറുതെ വാക്കുകൾ പറയുകയില്ല, ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ആവർത്തിച്ച് ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഭീമൻ അത് കൂട്ടാക്കാതെ വീണ്ടും പറഞ്ഞു, ദുര്യോധനൻ, കർണൻ, ശകുനി, ദുശാസൻ ഇവരുടെ രക്തം ഭൂമി പാനം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞു. അത് കേട്ട് അർജുനൻ ഭീമനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തോടുള്ള ആ ആദരവ് കാണിക്കാൻ വേണ്ടിയിട്ടും അർജുനനും തുടർന്ന് സത്യം ചെയ്യുകയാണ്, അസൂയിതാരം ദ്രഷ്ടാരം പ്രവക്താരം വിഗദ്ധനം ഭീമസേനനിയോഗാത്തേ ഹന്താഹം കർണമാഹവേ. ഞാൻ അസൂയക്കാരനും ഈ പാപകർമ്മങ്ങൾ കണ്ടുകൊണ്ടിരുന്നവനും അതുപോലെ ആത്മപ്രശംസ ചെയ്യുന്നവനുമായ കർണനെ, അല്ലയോ ഭീമസേന, അങ്ങയുടെ നിർദ്ദേശപ്രകാരം കൊല്ലുന്നതാണ്. അതുപോലെ അസൂയക്കാരനും ഇവിടെ മറ്റൊക്കെ ഇരുന്ന ഈ കർണനെ കൊല്ലുന്നത്, അതുപോലെ അതോടൊപ്പം തന്നെ അല്ലയോ ഭീമസേന, ഈ കർണൻ്റെ കൂട്ടാളികളായ ആളുകളെയും ഞാൻ കൊല്ലുന്നതാണ്. ഭീമന് പ്രിയം ചെയ്യുന്നവനായ ഈ അർജുനൻ കർണനെയും കർണൻ്റെ സഹായികളെയും ഒക്കെ തന്നെ യുദ്ധത്തിൽ കൊല്ലുമെന്നിതാ സത്യം ചെയ്യുകയാണ്. അതുപോലെ ബുദ്ധിമോഹം കൊണ്ട് ഞങ്ങൾക്കെതിരായിട്ട് ഞങ്ങളെ എതിരിടാൻ വരുന്ന ആളുകളെയൊക്കെ തന്നെ ഞാൻ കൊന്നൊടുക്കുന്നതാണ്. എൻ്റെ സത്യം മിഥ്യയാവുകയില്ല. അർജുനൻ പറയുന്നു, എൻ്റെ സത്യം എപ്പോഴാണ് മിഥ്യയാവുക? ഹിമവാൻ ഇളകുകയാണെങ്കിൽ, സൂര്യൻ്റെ പ്രകാശം മങ്ങിപ്പോവുകയാണെങ്കിൽ, ചന്ദ്രൻ്റെ തണുപ്പ് നഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ എൻ്റെ ഈ സത്യവും ഇളകുകയുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് 14 വർഷം കഴിഞ്ഞാൽ ഞങ്ങളെ സൽക്കാരപൂർവ്വം ഞങ്ങളുടെ രാജ്യം തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഓരോന്നും സത്യമായി ഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അത് കേട്ട് സഹദേവൻ പറഞ്ഞു, എടാ, ഗാന്ധാരന്മാർക്ക് അപമാനമായിട്ടുള്ള, ഗാന്ധാരന്മാർക്ക് കളങ്കമായിട്ടുള്ള അല്ലയോ ശകുനി, നിൻ്റെ കയ്യിലുള്ളത് അക്ഷമല്ല, അത് നിന്നെ കൊല്ലാനുള്ള ശരങ്ങളാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് യുദ്ധത്തിൽ നീ എനിക്ക് നേർക്കുനേർ വരികയാണെങ്കിൽ നിന്നെ ഞാൻ യുദ്ധത്തിൽ കൊന്നിരിക്കും എന്ന് സഹദേവൻ പറഞ്ഞു. അതുപോലെ നകുലനും ഭീമസേനൻ്റെ ആ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് പറഞ്ഞു, ഭീമസേനൻ പറഞ്ഞതുപോലെ തന്നെ ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ ഒരാളെ പോലും ബാക്കി വെക്കാതെ ഞങ്ങൾ കൊന്നൊടുക്കുന്നതാണ്, എല്ലാവരെയും യമലോകത്തെ അയക്കുമെന്ന് നകുലനും സത്യം ചെയ്തു. അവരൊക്കെ ചേർത്ത് പിടിച്ച് പിന്നീട് യുധിഷ്ഠിര മഹാരാജാവ് ധൃതരാഷ്ട്രരെ ചെന്ന് നമസ്കരിച്ചു. ഭീഷ്മരെ, ദ്രോണരെ, കൃപരെ, ബാഹ്ലീകനെ ഒക്കെ നമസ്കരിച്ചു. അവരൊക്കെ ഒന്നും പറയാനാകാതെ മൗനത്തോടു കൂടിയിട്ടിരിക്കുകയും അവരെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ വിതുരർ പറഞ്ഞു, നിങ്ങളുടെ അമ്മയായ കുന്തി കാട്ടിൽ പോകേണ്ട കാര്യമില്ല, അതുകൊണ്ട് എൻ്റെ ഗൃഹത്തിൽ വസിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. പാണ്ഡവന്മാരെ വിതുരരെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് ഞങ്ങൾക്ക് അച്ഛന് തുല്യനാണ്, പരമഗുരുവാണ്, അങ്ങ് പറയുന്നത് പോലെ ചെയ്യാം, വേറെ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വിതുരർ അവർക്ക് അവസാനമായിട്ട് ഒരു ഉപദേശം കൊടുക്കുന്നു. അല്ലയോ യുധിഷ്ഠിര, അധർമ്മത്താൽ ജയിക്കപ്പെട്ട ആളുകൾ ഒരിക്കലും ദുഃഖിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ശത്രുക്കളെ നശിപ്പിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സംയമന ശക്തിയുണ്ട്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പുരോഹിതനായിട്ടുള്ള ധൗമ്യൻ, അദ്ദേഹം ബ്രഹ്മജ്ഞാനിയാണ്. നിങ്ങളെ പരിചരിക്കുന്ന പാഞ്ചാലിയാകട്ടെ ധർമ്മചാരിണിയാണ്. നിങ്ങൾ പരസ്പരം പ്രിയം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ലോകത്തിൽ ആർക്കും നിങ്ങളെ ഭിന്നിപ്പിക്കാനും സാധ്യമല്ല. അതുപോലെ എല്ലാ ആളുകൾക്കും നിങ്ങളെ ഇഷ്ടപ്പെടാനും സാധിക്കും. നിൻ്റെ ഈ ക്ഷമയുണ്ടല്ലോ, ഈ ക്ഷമ നിൻ്റെ തപസ്സാണ്. അതിനെ ആർക്കും ജയിക്കാനും സാധിക്കുകയില്ല. നിനക്ക് ശാസ്ത്രജ്ഞാനമുണ്ട്. ഹൈമവത ഭൂമിയിൽ മേരുസാവർണി എന്ന ഋഷി നിനക്ക് ശാസ്ത്രോപദേശം തന്നു. വാരണാവതത്തിൽ വെച്ച് ദ്വൈപായനൻ നിന്നെ ഉപദേശിച്ചു. ഭൃഗുതുങ്കത്തിൽ വെച്ച് പരശുരാമൻ നിനക്ക് ഉപദേശം നൽകി. ദൃഷദ്വതി നദിയുടെ തീരത്ത് വെച്ച് സാക്ഷാൽ ശംഭു ഭഗവാൻ നിനക്ക് ഉപദേശം നൽകി. അഞ്ജനപർവ്വതത്തിൽ അസിത മഹർഷി നിനക്ക് ശാസ്ത്രോപദേശം തന്നു. കൽമാഷി നദിയുടെ തീരത്ത് ഭൃഗു മഹർഷി നിനക്ക് ഉപദേശം തന്നു. ഈ മഹർഷിമാരുടെ ഉപദേശം നീ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ ധർമ്മസേവ കൊണ്ട് ഋഷിമാരുടെ മനസ്സ് ജയിക്കുക, ശക്തി കൊണ്ട് രാജാക്കന്മാരെയും ജയിക്കുക. നിനക്കൊരിക്കലും ഇനി പരാജയം ഉണ്ടാവുകയില്ല. ഭൂമിയിൽ നിന്ന് നീ ക്ഷമയെ സ്വീകരിക്കുക, സൂര്യനിൽ നിന്ന് തേജസ് സ്വീകരിക്കുക, വരുണനിൽ നിന്ന് സമർപ്പണഭാവം സ്വീകരിക്കുക, കുബേരനിൽ നിന്ന് ദാനം സ്വീകരിക്കുക, ഭൂതങ്ങളിൽ നിന്നും സമ്പത്ത് സ്വീകരിക്കുക, വായുവിൽ നിന്ന് ബലം സ്വീകരിക്കുക. ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് നല്ല ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നീ ജീവിക്കുക. മുമ്പ് കഴിഞ്ഞു പോയ ദുഃഖങ്ങൾ ഓർക്കാതെ ജീവിക്കുക. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരിക എന്ന് വിതുരർ ഉപദേശം കൊടുത്തു. ദ്രൗപദി ദേവി കുന്തിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. കരഞ്ഞുകൊണ്ട് കുന്തി പറഞ്ഞു, മോളെ, നിൻ്റെ കോപാഗ്നിയിൽ ഈ കുരുകുലം നശിക്കാതിരുന്നത് ഭാഗ്യം കൊണ്ടാണ്.
ഒരു കാര്യം ചെയ്യണം, കാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സഹദേവനെ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. മാദ്രിയോടുള്ള ആ സ്നേഹം കൊണ്ട് കുന്തി പറഞ്ഞു, നീ സഹദേവനെ പ്രത്യേകമായിട്ട് പരിചരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് മക്കളോട് പറഞ്ഞു, നിങ്ങൾ ധർമ്മം പുലർത്തിയവരാണ്, ദേവന്മാരെ യജനം ചെയ്തവരാണ്, ദേവതാഭക്തന്മാരാണ്, എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ വ്യസനം വന്നു ചേർന്നു? തീർച്ചയായിട്ടും അത് എൻ്റെ ഭാഗ്യദോഷം കൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞ് കുന്തി പൊട്ടിക്കരയാൻ തുടങ്ങി. പാണ്ഡുവിനെ വിളിച്ച് കരയുകയാണ്. ആ ശതശൃംഗ പർവ്വതത്തിൽ പാണ്ഡു മരിച്ചപ്പോൾ നിങ്ങളെയും കൊണ്ട് ഇങ്ങോട്ട് ഹസ്തനാപുരിയിലേക്ക് വരേണ്ടതില്ലായിരുന്നു. ഇങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഹേ പാണ്ഡോ എന്ന് വിളിച്ചുകൊണ്ട് ആ പാണ്ഡുവിനെ കുറിച്ച് ഓർത്തു. പാണ്ഡു ഭാഗ്യവാനാണ്, മാദ്രിയും ഭാഗ്യവതിയാണ്. കാരണം അവരൊക്കെ സ്വർഗത്തിലിരിക്കുന്നു, ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ കഷ്ടപ്പെടുന്നു. വിധാതാവ് എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാതിരുന്നത് എന്ന് പറഞ്ഞു. പിന്നീട് കൃഷ്ണനെ വിളിച്ചു കരഞ്ഞു. ഹാ കൃഷ്ണ ദ്വാരകാവാസിൻ ക്വാസി സംഘർഷണാനുജ കസ്മന്നത്രായസേ ദുഃഖാൻ മാം ചേമാം ച നരോത്തമാൻ. ഹേ കൃഷ്ണ, അങ്ങ് എന്താണ് ഞങ്ങളെ വന്ന് രക്ഷിക്കാത്തത് എന്ന് പറഞ്ഞു. പാണ്ഡുവിനെ വിളിച്ചു കരഞ്ഞു, സഹദേവനെ വിളിച്ചു കരഞ്ഞു. അങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കെ ഭീഷ്മദ്രോണാദികളെ നമസ്കരിച്ചുകൊണ്ട് പാണ്ഡവന്മാർ ആ സഭ വിട്ട് വനത്തിലേക്ക് പ്രസ്ഥാനം ചെയ്യുകയാണ്.